11ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മൾട്ടിപ്ലിക്കേറ്റീവ് 11, 12, 13 ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെ ഓഫ് എ കോംപ്ലക്സ് നമ്പർ സെറ്റ്. എന്താണ് സെറ്റ് ഇൻവേഴ്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സെറ്റ് ബാർ ബൈ മോഡ് സെറ്റ് സ്ക്വയർ ആണ് അല്ലെ. ഇതാണ് ഇക്വേഷൻ. സെറ്റ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റ് ആണ്. അതുപോലെ തന്നെ മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് മോഡ് സെറ്റ് കണ്ട് സ്ക്വയർ ചെയ്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലെറ്റ് തന്നിട്ടില്ല പേര്. അപ്പൊ നമ്മൾ പേര് തന്നില്ലെങ്കിൽ നമ്മൾ പേര് എടുക്കുക. 4 - 3i ആണ്. ഇപ്പൊ സെറ്റ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റ് ആണ്. അതായത് ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാറ്റുക -3i ആണ്. സോ ഇറ്റ് വിൽ ബിക്കം +3i. ആൻഡ് മോഡ് സെറ്റ് എന്തായിരിക്കും? മോഡ് സെറ്റ് ഇക്വേഷൻ നമുക്കറിയാം. റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇമാജിനറി പാർട്ട് ഏതാണ്? -3 ആണ്. -3യുടെ സ്ക്വയർ. അപ്പൊ എന്ത് വരും? 16 + 9 that is √25 that is 5 എന്ന് വരും. നമുക്ക് വേണ്ടത് പക്ഷെ മോഡ് സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 5² that will be 25 ആയിരിക്കും. അപ്പൊ എന്താണ് ഈ കേസിൽ സെറ്റ് ഇൻവേഴ്സ് വരിക? സെറ്റ് ഇൻവേഴ്സ് വിൽ ബി ഇക്വേഷൻ ഇതല്ലേ. സെറ്റ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 + 3i ആണ് ഡിവൈഡഡ് ബൈ 25. ഇങ്ങനെ എഴുതി നിർത്തിയാൽ പോലെ നമ്മൾ a+ib ഫോമിലാക്കണം. ദാറ്റ് ഈസ് 4/25 + i 3/25. ഇതാണ് ഫസ്റ്റ് വൺ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? √5 + 3i ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ലെറ്റ് നമ്മൾ എന്തെടുക്കുക? സെറ്റ് ഈക്വൽ ടു 5 + 3i. √5 + 3i ആണ്. സോ സെറ്റ് ബാർ എന്തായിരിക്കും? √5 അതേപോലെ എഴുതാം. +3 ആണ്, അത് -3 ആകും. ഇനി സെറ്റ് മോഡ് സെറ്റ് എന്താണ്? ഇറ്റ് വിൽ ബി √5² റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് 3² സോ ആൻസർ വിൽ ബി √5² എന്തായിരിക്കും? റൂട്ടും സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് 5 ആവും. then it will be 9. so the answer will be √13. നമുക്ക് വേണ്ടത് പക്ഷെ മോഡ് സെറ്റ് സ്ക്വയർ ആണ്. അപ്പൊ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം. √13 സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് വരും? 13 വരും. നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടും? നമ്മുടെ ആൻസർ സെറ്റ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് അല്ലെ. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബാർ ബൈ മോഡ് സെറ്റ് സ്ക്വയർ ആണ്. സോ സെറ്റ് ബാർ വിൽ ബി √5 - 3i ആണ്. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഡിവൈഡഡ് ബൈ 13. സോ ആൻസർ എന്ത് വരും? √5/13 - 3/13i. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഇവിടെ √5 13 ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ തന്നെ എഴുതുകയാണ് ഏറ്റവും നല്ലത്. ഇതിലൊരു അല്ലെ 13 അല്ല 14 ആണ് അല്ലെ. 9, 5, 14 ആണ്. അത് ശ്രദ്ധിക്കണം, മിസ്റ്റേക്ക് വരാതെ നോക്കുക. ഇവിടെ 14 ആണ്. 14. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 13ാമത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ പേരെന്താന്നില്ലേ. അപ്പൊ നമ്മൾ സെറ്റ് ഈക്വൽ ടു ലെറ്റ് സെറ്റ് ഈക്വൽ ടു എന്താണ് ക്വസ്റ്റ്യൻ? -i ആണ് അല്ലെ. -i എന്നുള്ളതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോ എന്ത് ചെയ്യാം? സെറ്റ് ബാർ എന്തായിരിക്കും? കോഞ്ചുഗേറ്റ് സെറ്റ് ബാർ എന്തായിരിക്കും? i ആയിരിക്കും അല്ലെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 - i ആണല്ലോ. അതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ 0 + i അല്ലെ. i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + i ആണ്. അപ്പോ മോഡ് സെറ്റ് എന്ത് വരും? √0² + 1² that is √1 that is 1 എന്ന് വരും. മോഡ് സെറ്റ് സ്ക്വയർ എന്തായിരിക്കും? 1² 1 ആയിരിക്കും. അപ്പൊ സെറ്റ് ഇൻവേഴ്സ് എന്ത് വരും? കോഞ്ചുഗേറ്റ് ആയ i/1 that is എന്ത് വരും? i എന്ന് വരും അല്ലെ. അപ്പൊ അത് ഈസി ആയിട്ട് കിട്ടും. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് അവരൊരു ടേം തന്നിട്ടുണ്ട് 3 + i √5 again 3 - i √5 all divided by √3 + √2i
മൈനസ് √3 മൈനസ് I √2 അല്ലെ? ഈ ടേമിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനാ പറഞ്ഞത്? A+IB ഫോമിലേക്ക്, അത് ഒറ്റ കോംപ്ലക്സ് നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യും നോക്കാം. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് മുകളിൽ നോക്കി അറിയാം ഈ ടേം ഇത് A+Bയും A-B ആണ്. അതിന്റെ ഫോർമുല നമുക്കറിയാലോ, ഇറ്റ് വിൽ ബി A² - B² ആണ്. സോ മുകളിൽ നമുക്കത് 3² മൈനസ് I √5 ഹോൾ സ്ക്വയർ കിട്ടും അല്ലെ? നോക്കി അറിയാം. പിന്നെ താഴെയാണെങ്കിലോ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം, അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ -√3 പ്ലസ് I √2 ആയിട്ട് മാറും. സോ എന്ത് കിട്ടും? 9 മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ I² ഉണ്ട്, √5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I യുടെ സ്ക്വയർ I², √5ന്റെ സ്ക്വയർ പറഞ്ഞാൽ 5 അല്ലേ? താഴെയോ ഡിനോമിനേറ്ററിൽ പ്ലസ് √3 ഉണ്ട്, -√3 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും, 0 ആയിട്ട് പോകും. ഇവിടെ 2 അല്ലെ, √2i ഒന്നുണ്ട്, അഗെയിൻ √2i ഉണ്ട്, അല്ലെങ്കിൽ I √2 ഉണ്ട്, സെയിം ടേം ആണ്. ഒന്ന് I ഒരു സൈഡിൽ എഴുതിയെന്ന് മാത്രം. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 √2i എന്ന് കിട്ടും അല്ലെ? മുകളിൽ എന്തായിരിക്കും? 9. I² എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലെ? -1 ആണ്. അപ്പൊ ഇത് എന്തായിട്ട് മാറും? രണ്ടും കൂടിയിട്ട് എന്താവും? പ്ലസ് ആവും, +5 ആയിരിക്കും. താഴെ 2√i എന്ന് വരും. മുകളിൽ എന്ത് നമുക്ക് കിട്ടും? 14/2√2i എന്ന് വരും. 14ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് 7 ആയിരിക്കും. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 7/√2i ആയിരിക്കും. ഇനി ഇങ്ങനെ വെച്ച് നിർത്തുന്നവരുണ്ട്, പക്ഷെ ഇങ്ങനെ നിർത്താൻ പാടില്ല. കാരണം എന്താണ്? ഡിനോമിനേറ്ററിൽ ഐക്ക് നമുക്ക് ഒരിക്കലും എഴുതാൻ പാടില്ല അല്ലെ? ഡിവിഷൻ വിത്ത് ഇമാജിനറി നമ്പർ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യണം? അത് കണ്ട ഉടനെ നമ്മൾ ഇതിന്റെ കോൺജുഗേറ്റ്, ഇപ്പൊ √2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് 0 + √2i ആണ് അല്ലെ? സോ കോൺജുഗേറ്റ് എന്തായിരിക്കും? 0 - √2i ആയിരിക്കും. അതായത് -√2i കൊണ്ട് ഇൻറ്റു ചെയ്യാം, -√2i കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്തായിരിക്കും? മുകളിൽ എന്ത് കിട്ടും? താഴെ എഴുതാം അല്ലെ? മുകളിൽ നമുക്ക് മൾട്ടിപ്ലൈ ഒന്നുമില്ല, -7 അല്ലെ, √2i എന്ന് തന്നെ എഴുതാൻ പറ്റൂ. താഴെ എങ്ങനെ എഴുതാം? √2 ഇൻറ്റു ഒരു മൈനസ് വരും, പിന്നെ √2 മൾട്ടിപ്ലൈ ചെയ്താൽ √2² അല്ലേ? √2² എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ I ഇൻറ്റു I എന്ന് പറഞ്ഞാൽ I² ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? -7 √2i, താഴെയോ -2i² എന്ന് പറഞ്ഞാൽ -1. നോക്കി ആൻസർ എന്താവും? -2 ഇൻറ്റു -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -7 √2i/2 ആവും അല്ലെ? നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി അല്ലെ? ഇത്ര ചെയ്താൽ മതി അല്ലെ? നമ്മുടെ ആൻസർ എന്തായി? ഒരു പെർഫെക്റ്റ് ആൻസറിലോട്ട് നമ്മൾ എത്തി ഇല്ല. ഇനി A+IB ഫോമിൽ എഴുതാൻ ഇത് ഈ മൊത്തം ഇമാജിനറി പാർട്ടാണ്. റിയൽ പാർട്ട് 0 എന്ന് കൊടുത്താൽ മതി. 0+ അല്ലെ, അല്ലെങ്കിൽ 0 മൈനസ് അല്ലേ, അല്ലെങ്കിൽ 0+ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ 0 - 7 √2i/2. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്.